ജിയോപൊളിറ്റിക്സിലും പ്രതിരോധ മേഖലയിലും കണ്ണു ചിമ്മാതെ നോക്കി നിൽക്കേണ്ട വമ്പൻ നാടകീയ നീക്കങ്ങളാണ് ഇപ്പോൾ ഒരേ സമയം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു വശത്ത് ഇന്ത്യ സ്വന്തം ആകാശകരുത്ത് കൂട്ടാനായിട്ട് ഫ്രാൻസുമായിട്ട് 3.25 ലക്ഷം കോടിയുടെ റഫാൽ യുദ്ധവിമാന കരാറിലേക്ക് കുതിക്കുമ്പോൾ, മറുഭാഗത്ത് പാകിസ്ഥാൻ അധിനിവേശ കാശ്മീരിൽ കടുത്ത ജനകീയ പ്രക്ഷോഭങ്ങളെ പാകിസ്ഥാൻ ചോരപ്പുഴയൊഴുക്കി നേരിടുകയാണ്. ഇതിനിടയിലാണ് ആഗോള ഊർജ്ജ വിപണിയെ വിറപ്പിച്ചുകൊണ്ട് അമേരിക്കയും ഇറാനും തമ്മിലുള്ള മിസൈൽ പോരാട്ടവും. ഇതിന്റെ പേരിൽ ഒമാൻ കടലിൽ വെച്ച് ഇന്ത്യൻ നാവികർക്ക് നേരെ അമേരിക്ക നടത്തിയ മാരകമായ ഹെൽഫയർ മിസൈൽ ആക്രമണവും ലോകത്തെ ഞെട്ടിച്ചത്. എന്നാൽ ഈ യുദ്ധഭീതിയെല്ലാം മാറി ഇപ്പോൾ ട്രംപും ഇറാനും സ്വിറ്റ്സർലൻഡിൽ വെച്ചൊരു ചരിത്ര സമാധാന കരാറിന് തയ്യാറെടുക്കുന്നു എന്ന പുതിയൊരു ട്വിസ്റ്റും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഇതിനൊപ്പം പാശ്ചാത്യ രാജ്യങ്ങളുടെ ഇരട്ടത്താപ്പിനെ നമ്മുടെ വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ ഫിൻലൻഡിൽ വെച്ച് പൊളിച്ചടുക്കുകയും ചെയ്തു. ലോകത്തെ ഞെട്ടിച്ച ഈ വമ്പൻ അന്താരാഷ്ട്ര സംഭവങ്ങളാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത്. വെൽക്കം ടു ലോക. ഇന്ത്യൻ പ്രതിരോധ മേഖലയിൽ നിന്നും ഇപ്പോൾ വരുന്ന വാർത്തകൾ കേട്ട് ചൈനയുടെയും പാകിസ്ഥാന്റെയും കൺട്രോൾ റൂമുകളിൽ അടിയന്തര യോഗങ്ങൾ വിളിച്ചു കഴിഞ്ഞു. അതെ, ഇന്ത്യൻ വ്യോമസേനയെ ലോകത്തിലെ തന്നെ ഏറ്റവും മാരകമായ ശക്തിയാക്കി മാറ്റാൻ പോകുന്ന വമ്പൻ പ്രഖ്യാപനം എത്തിക്കഴിഞ്ഞു. വെറുമൊരു ആയുധ കച്ചവടമല്ല, ചൈനീസ് അതിർത്തിയിലെ വ്യോമാതിർത്തി മുഴുവൻ നമ്മുടെ നിയന്ത്രണത്തിലാക്കാൻ പോകുന്ന 114 അത്യാധുനിക പോർ വിമാനങ്ങളുടെ മെഗാ ഡീലിലേക്ക് ഇന്ത്യ ഔദ്യോഗികമായി കടക്കുകയാണ്. ഏകദേശം 3.25 ലക്ഷം കോടി രൂപയുടെ ഈ ബ്രഹ്മാണ്ഡ കരാറിനായിട്ട് ഇന്ത്യയുടെ ലെറ്റർ ഓഫ് റിക്വസ്റ്റ് ഫ്രാൻസിന് കൈമാറാൻ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിരിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിർണായകമായ ഫ്രാൻസ് സന്ദർശനത്തിന് തൊട്ടു മുൻപ് ഇന്ത്യൻ എയർഫോഴ്സ് ചീഫ് എയർ ചീഫ് മാർഷൽ AP സിംഗ് നേരിട്ട് ഫ്രാൻസിലെത്തി ഈ ഡീലിന് അന്തിമ രൂപം നൽകിക്കഴിഞ്ഞു. എന്നാൽ ഈ ഡീൽ കേവലം വിമാനങ്ങൾ വാങ്ങുന്നതിൽ ഒതുങ്ങുന്നില്ല. ഇന്ത്യ സ്വന്തമായി വികസിപ്പിച്ച അത്യാധുനിക മിസൈലുകൾ ഈ ഫ്രഞ്ച് വിമാനങ്ങളിൽ ഘടിപ്പിക്കാൻ പോകുന്നുവെന്ന ഞെട്ടിക്കുന്ന വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. എന്താണ് ഈ ഡീലിലെ പുതിയ ട്വിസ്റ്റ്? ഫ്രാൻസ് ഇന്ത്യക്ക് നൽകിയ ആ രഹസ്യ ഉറപ്പ് എന്താണ്? പരിശോധിക്കാം. നമ്മൾ നേരത്തെ വാങ്ങിയ 36 റഫാൽ വിമാനങ്ങൾ പോലെയല്ല ഈ പുതിയ ഡീൽ. ഇത് തികച്ചും വ്യത്യസ്തമാണ്. ഈ 114 വിമാനങ്ങളിൽ വെറും 24 എണ്ണം മാത്രമായിരിക്കും ഫ്രാൻസിൽ നിന്ന് നേരിട്ട് ഇന്ത്യയിലേക്ക് വരിക. ബാക്കി വരുന്ന 90 യുദ്ധവിമാനങ്ങളും നിർമ്മിക്കാൻ പോകുന്നത് നമ്മുടെ ഇന്ത്യയിലാണ്. അതെ, പൂർണ്ണമായിട്ടും മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിക്ക് കീഴിൽ ഫ്രഞ്ച് കമ്പനിയായ ഡസോൾട്ട് ഏവിയേഷൻ ഒരു ഇന്ത്യൻ കമ്പനിയുമായി കൈകോർത്ത് നമ്മുടെ മണ്ണിൽ വച്ചായിരിക്കും ഈ വിമാനങ്ങൾ അസംബിൾ ചെയ്യുക. ഇതിന്റെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് എന്താണ് എന്ന് വെച്ചാൽ ടെക്നോളജി ട്രാൻസ്ഫർ അല്ലെങ്കിൽ സാങ്കേതിക വിദ്യയുടെ കൈമാറ്റം തന്നെയാണ്. റഫാലിന്റെ അത്യാധുനിക ടെക്നോളജി ഇന്ത്യക്ക് കൈമാറാൻ ഫ്രാൻസ് പൂർണ്ണ സമ്മതം അറിയിച്ചു കഴിഞ്ഞു. ഫ്രാൻസിന്റെ ഈ നിലപാട് വെറും ഒരു കച്ചവടമല്ല, മറിച്ച് ഇന്ത്യയെ ഒരു ആഗോള പ്രതിരോധ നിർമ്മാണ ഹബ്ബാക്കി മാറ്റാനുള്ള വലിയൊരു സപ്പോർട്ടാണ്. ഇനി പറയാൻ പോകുന്നതാണ് ഇതിലെ ഏറ്റവും മാസായിട്ടുള്ള കാര്യം എന്ന് പറയണം. ഭാരത് ശക്തി റിപ്പോർട്ടുകൾ പ്രകാരം ഫ്രാൻസ് മറ്റൊരു വലിയ ഉറപ്പുകൂടി ഇന്ത്യക്ക് നൽകിയിട്ടുണ്ട്. ഇന്ത്യൻ വെപ്പൺസ് ഇന്റഗ്രേഷൻ, അതായത് നമ്മുടെ സ്വന്തം തദ്ദേശീയ മിസൈലുകളായ അസ്ത്ര കൂടാതെ മറ്റ് ഇന്ത്യൻ സ്മാർട്ട് ബോംബുകളും ആയുധങ്ങളും ഇനി മുതൽ ഈ ഫ്രഞ്ച് റഫാൽ വിമാനങ്ങളിൽ ഘടിപ്പിക്കാൻ സാധിക്കും. സാധാരണയായിട്ട് വിദേശ വിമാനങ്ങളിൽ മറ്റു രാജ്യങ്ങളുടെ ആയുധങ്ങൾ ഘടിപ്പിക്കാൻ കമ്പനികൾ അനുവദിക്കാറില്ല. എന്നാൽ ഇന്ത്യയുടെ ആവശ്യത്തിന് മുന്നിൽ ഫ്രാൻസ് യെസ് പറഞ്ഞു കഴിഞ്ഞു. ഈ വിമാനങ്ങളിൽ കുറഞ്ഞത് 50% തദ്ദേശീയ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കണമെന്നാണ് ഇന്ത്യയുടെ വ്യവസ്ഥ. ഇത് ഇന്ത്യയുടെ ആത്മനിർഭർ ഭാരത് പദ്ധതിക്ക് നൽകുന്ന മൈലേജ് ചെറുതൊന്നുമല്ല. ഇത്രയും വലിയൊരു തുക മുടക്കി ഇന്ത്യ എന്തിനാണ് ഇപ്പോൾ ഈ വിമാനങ്ങൾ വാങ്ങുന്നത് എന്ന് പലർക്കും സംശയം തോന്നാം. ഇതിന് പിന്നിൽ വലിയൊരു സുരക്ഷാ കാരണമുണ്ട്. ഇന്ത്യൻ വ്യോമസേനയ്ക്ക് സുഗമമായിട്ട് മുന്നോട്ട് പോകാൻ 42 സ്ക്വാഡ്രോണുകൾ ആവശ്യമാണ്. എന്നാൽ നിലവിൽ ഇത് വെറും 29 സ്ക്വാഡ്രോണുകളായി ചുരുങ്ങിയിരിക്കുകയാണ്. പഴയ മിഗ് വിമാനങ്ങൾ റിട്ടയർ ചെയ്യുന്നതാണ് ഇതിന് കാരണം. രണ്ട് അതിർത്തികളിലും, അതായത് ചൈനയിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും ഒരേ സമയം ഭീഷണിയുള്ള സാഹചര്യത്തിൽ ഈ കേപ്പബിലിറ്റി ഗ്യാപ്പ് പരിഹരിക്കുക എന്നത് ഇന്ത്യക്ക് അത്യന്താപേക്ഷിതമാണ്. നിലവിലെ 4.5 ജനറേഷൻ പോർ വിമാനങ്ങളിൽ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ഒന്നാണ് റഫാൽ. അതുകൊണ്ട് തന്നെ ഈ 114 വിമാനങ്ങൾ എയർഫോഴ്സിന്റെ ഭാഗമാകുന്നതോടെ ഏഷ്യയിലെ തന്നെ ഏറ്റവും ശക്തമായ വ്യോമസേനയായി ഇന്ത്യ മാറുമെന്നതിൽ യാതൊരു സംശയവുമില്ല. മറ്റൊരു കാര്യം, റഷ്യ യുക്രൈൻ യുദ്ധം കാരണം റഷ്യയിൽ നിന്നുള്ള പ്രതിരോധ ഇറക്കുമതിയിൽ ചെറിയ താമസം നേരിടുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഇന്ത്യ തന്റെ സപ്ലൈ ചെയിൻ വൈവിധ്യവൽക്കരിക്കുന്നത്. റഷ്യയോടും അമേരിക്കയോടും ഒപ്പം തന്നെ ഫ്രാൻസുമായും തുല്യമായ സൗഹൃദം നിലനിർത്തുന്ന ഇന്ത്യയുടെ ഈ മൾട്ടി അലൈൻമെന്റ് നയം ഒരു മികച്ച ഡിപ്ലോമാറ്റിക് മാസ്റ്റർ സ്ട്രോക്ക് തന്നെയാണ്. ഈ വർഷം അവസാനത്തോടെ വിലപേശലുകൾ പൂർത്തിയാക്കി ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റിയുടെ അംഗീകാരം വാങ്ങി ഈ മെഗാ കരാറിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവെക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇതിനു പുറമെ ഇന്ത്യൻ നേവിക്ക് വേണ്ടി 26 റഫാൽ മെറൈൻ വിമാനങ്ങൾ വാങ്ങാനുള്ള കരാറും ഇതിനോടകം പുരോഗമിക്കുന്നുണ്ട്. ചുരുക്കത്തിൽ ഇന്ത്യൻ ആകാശം ഇനി റഫാലുകൾ ഭരിക്കും.
ആഗോള ഭൂപടത്തിലെ ഏറ്റവും സങ്കീർണവും സംഘർഷഭരിതവുമായ ഒരു പ്രദേശത്ത് നിന്ന് ഇപ്പോൾ വരുന്നത് വളരെ ഞെട്ടിക്കുന്ന വാർത്തകളാണ്. നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു പേരാണ് പാകിസ്ഥാൻ അധിനിവേശ കാശ്മീർ അഥവാ POK. പുറമേ നിന്ന് നോക്കുമ്പോൾ ഒരു സ്വതന്ത്ര രാജ്യത്തിന്റെ എല്ലാ പ്രൗഢിയും ചിഹ്നങ്ങളും ഈ ഒരു പ്രദേശത്ത് നിലനിർത്തുന്നുണ്ട്. സ്വന്തമായിട്ടൊരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, ഒരു പ്രസിഡന്റ് ഉണ്ട്, ഭരണം നയിക്കാൻ ഒരു പ്രൈം മിനിസ്റ്റർ, സുപ്രീം കോടതി, ഇവയ്ക്കൊക്കെ അപ്പുറം വായുവിൽ പറക്കുന്ന പ്രത്യേക പതാക വരെയുണ്ട്. കേൾക്കുമ്പോൾ വിചാരിക്കും ഇതൊരു സ്വതന്ത്ര രാജ്യമാണ് എന്നല്ലേ. എന്നാൽ ഈ ബാഹ്യമായ ചിഹ്നങ്ങൾക്കെല്ലാം പിന്നിൽ ഒളിഞ്ഞിരിക്കുന്നത് കടുത്ത രാഷ്ട്രീയ വഞ്ചനയുടെയും അധികാരമില്ലായ്മയുടെയും കഥയാണ്. ഈ പറയുന്ന പ്രധാനമന്ത്രിയും പതാകയും എല്ലാം വെറും ഒരു നിഴൽ നാടകം, ഷോ മാത്രമാണ്. ഈ വഞ്ചനയുടെ ജീർണതയാണ് ഇപ്പോൾ തെരുവുകളിൽ ചോരപ്പുഴയായി ഒഴുകുന്നത്. 2026 ജൂൺ മാസത്തിലെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് പ്രകാരം അവിടെ ജനകീയ പ്രക്ഷോഭം നയിക്കുന്ന ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റി JAAC എന്ന സംഘടനയെ പാകിസ്ഥാൻ ഒഫീഷ്യലായിട്ട് നിരോധിക്കുകയും ഭീകരവിരുദ്ധ നിയമപ്രകാരം കരിമ്പട്ടികയിൽ പെടുത്തുകയും ചെയ്തിരിക്കുകയാണ്. മുസാഫറാബാദിലും മിർപൂരിലും ജനങ്ങളും പാക് സൈന്യവും തമ്മിൽ ഏറ്റുമുട്ടൽ തുടരുകയാണ്. ഇതിനകം 20-ലധികം പേർ കൊല്ലപ്പെട്ടതായിട്ടാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ POKയിൽ സംഭവിക്കുന്നത്? പാകിസ്ഥാൻ അവിടെ നടത്തുന്ന കള്ളക്കളി എന്താണ്? പരിശോധിക്കാം. ഇന്നത്തെ POK, പാകിസ്ഥാൻ ഒക്കുപൈഡ് കാശ്മീരിന്റെ ഈ ഒരു അവസ്ഥ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ 1947 ഒന്ന് പോകണം. ബ്രിട്ടീഷ് ഭരണം അവസാനിച്ചപ്പോൾ ജമ്മു ആൻഡ് കാശ്മീർ ഭരിച്ചിരുന്നത് മഹാരാജ ഹരിസിംഗ് ആയിരുന്നു. ഇന്ത്യയിലോ പാകിസ്ഥാനിലോ ലയിക്കാതെ ഒരു ഇൻഡിപെൻഡന്റ് രാജ്യമായിട്ട് നിൽക്കാനാണ് അദ്ദേഹം ആഗ്രഹിച്ചത്. എന്നാൽ ഈ സ്വതന്ത്ര നിലപാടിനെ അട്ടിമറിച്ചുകൊണ്ട് 1947 ഒക്ടോബറിൽ പാകിസ്ഥാന്റെ പിന്തുണയോടെ ആദിവാസികളും സൈനികരും അടങ്ങുന്ന ഒരു വലിയ സംഘം കാശ്മീരിലേക്ക് അതിക്രമിച്ചു കയറി. രാജ്യം അപകടത്തിലായതോടെ മഹാരാജ ഹരിസിംഗ് സഹായത്തിനായിട്ട് ഇന്ത്യയെ സമീപിച്ചു. ഇന്ത്യയുമായി ഔദ്യോഗികമായി ലയന കരാറിൽ ഒപ്പുവെച്ചാൽ മാത്രമേ സൈന്യത്തെ അയക്കാൻ കഴിയൂ എന്ന് ഇന്ത്യ വ്യക്തമാക്കി. ഒടുവിൽ ഒക്ടോബർ 26 ഹരിസിംഗ് ഇന്ത്യയുമായി ലയന കരാറിൽ ഒപ്പുവെക്കുകയും ജമ്മു ആൻഡ് കാശ്മീർ ഔദ്യോഗികമായിട്ട് ഇന്ത്യൻ യൂണിയന്റെ ഭാഗമായി മാറുകയും ചെയ്തു. തുടർന്ന് ഇന്ത്യൻ സൈന്യം പാക് അധിനിവേശക്കാരെ തുരത്താൻ ആരംഭിച്ചതോടെയാണ് ഒന്നാം ഇന്ത്യ പാക് യുദ്ധം പൊട്ടിപ്പുറപ്പെടുന്നത്. യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കെ ഇന്ത്യ ഈ വിഷയം യുണൈറ്റഡ് നേഷൻസിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി. തുടർന്ന് UN ഇടപെടലിലൂടെ ഉണ്ടായ വെടിനിർത്തൽ പ്രഖ്യാപിക്കുമ്പോൾ കാശ്മീരിന്റെ ഒരു വലിയ ഭാഗം പാകിസ്ഥാൻ സൈന്യത്തിന്റെ അനധികൃത നിയന്ത്രണത്തിലായിരുന്നു. ഈ പ്രദേശമാണ് പിന്നീട് പാകിസ്ഥാൻ അധിനിവേശ കാശ്മീർ അഥവാ POK എന്ന് അറിയപ്പെട്ടത്. അന്നു മുതൽ ഇന്ന് വരെ ഇന്ത്യയുടെ ഒഫീഷ്യൽ നിലപാട് തികച്ചും വ്യക്തമാണ്. ഗിൽഗിത് ബാൾട്ടിസ്ഥാൻ ഉൾപ്പെടെയുള്ള മുഴുവൻ POK പ്രദേശവും ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണ്. പാകിസ്ഥാൻ ഇത് നിയമവിരുദ്ധമായി കൈവശം വെച്ചിരിക്കുകയാണ്. ഇവിടെയാണ് പാകിസ്ഥാന്റെ ഏറ്റവും വലിയ നയതന്ത്ര ചതി ഒളിഞ്ഞിരിക്കുന്നത്. പാകിസ്ഥാൻ തങ്ങളുടെ മറ്റ് പ്രവിശ്യകളായ പഞ്ചാബ്, സിന്ധ്, ബലൂചിസ്ഥാൻ എന്നിവയെ പോലെ POKയെ തങ്ങളുടെ രാജ്യത്തിന്റെ ഔദ്യോഗിക ഭരണഘടനാ പ്രവേശിയാക്കാൻ ഒരിക്കലും തയ്യാറായില്ല. എന്തുകൊണ്ട് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? POKയെ പാകിസ്ഥാൻ ഒരു ഒഫീഷ്യൽ സംസ്ഥാനമായി പ്രഖ്യാപിച്ചാൽ കാശ്മീർ ഒരു തർക്ക പ്രദേശമാണ് എന്ന് അന്താരാഷ്ട്ര വേദികളിലും UN-ലും തങ്ങൾ കാലങ്ങളായിട്ട് ഉന്നയിക്കുന്ന വാദത്തിന്റെ ലീഗൽ അടിത്തറ പാകിസ്ഥാന് തന്നെ നഷ്ടപ്പെടും. ഇത് ഒഴിവാക്കാനാണ് ഇസ്ലാമാബാദ് അവിടെ ഒരു നയതന്ത്ര ഭരണ സംവിധാനം നിലവിലുണ്ടെന്ന വ്യാജരൂപം സൃഷ്ടിച്ചിരിക്കുന്നത്. ലോകത്തിന് മുന്നിൽ ഈ ഒരു പ്രദേശത്തെ അവർ ആസാദ് ജമ്മു ആൻഡ് കാശ്മീർ, അതായത് സ്വതന്ത്ര ജമ്മു കാശ്മീർ എന്ന് വിളിച്ചു. എന്നാൽ ഈ സ്വാതന്ത്ര്യം വെറും പേപ്പറിൽ മാത്രമാണ്. ഈ നിഴൽ ഭരണകൂടത്തിന്റെ യഥാർത്ഥ സ്വഭാവം നിർണയിച്ചത് 1949 കറാച്ചി കരാറാണ്. ഈ കരാറിലൂടെ പ്രാദേശിക ഭരണകൂടത്തിന്റെ ഡിഫൻസ്, വിദേശകാര്യം, കമ്മ്യൂണിക്കേഷൻ തുടങ്ങിയ നിർണായകമായ എല്ലാ അധികാരങ്ങളും ഇസ്ലാമാബാദ് നേരിട്ട് കൈക്കലാക്കി. പിന്നീട് 1947 വന്ന ഇന്ററിം കോൺസ്റ്റിറ്റ്യൂഷൻ ആക്ട് വഴിയാണ് ഇവിടുത്തെ പ്രസിഡന്റും പ്രധാനമന്ത്രിയും ഒക്കെ ഉണ്ടായത്. കൃത്യമായ ഇടവേളകളിൽ തിരഞ്ഞെടുപ്പുകൾ നടക്കുന്നുണ്ടെങ്കിലും യഥാർത്ഥ അധികാരം മുഴുവൻ റാവൽപിണ്ടിയിലെ പാക് സൈനിക ആസ്ഥാനത്തും ഇസ്ലാമാബാദിലെ ഫെഡറൽ ക്യാബിനറ്റിലുമാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഫിനാൻസ് മാനേജ്മെന്റും പ്രധാന തസ്തികകളിലെ നിയമനങ്ങളും പാകിസ്ഥാൻ കേന്ദ്ര സർക്കാരിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാണ്. അതായത് അവിടുത്തെ ജനങ്ങൾക്ക് അവരുടെ സ്വന്തം മണ്ണിൽ ഒരു കാര്യത്തിലും അന്തിമ തീരുമാനമെടുക്കാനുള്ള അവകാശമില്ല എന്ന് ചുരുക്കം. പല അന്താരാഷ്ട്ര നിരീക്ഷകരും വിചാരിക്കുന്നത് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ആർട്ടിക്കിൾ 370 പോലെയുള്ള ഒരു പ്രത്യേക പദവിയാണ് പാകിസ്ഥാൻ POKയ്ക്ക് നൽകിയിരിക്കുന്നത് എന്നാണ്. എന്നാൽ അതാണ് ഏറ്റവും വലിയ തെറ്റ്. ഇവ രണ്ടും തമ്മിൽ ആകാശവും ഭൂമിയും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. ഇന്ത്യയുടെ ആർട്ടിക്കിൾ 370 എന്നത് തികച്ചും സുതാര്യവും ജനാധിപത്യപരവുമായിട്ടുള്ള ഒരു ഭരണഘടനാ സംവിധാനമായിരുന്നു. ജമ്മു കാശ്മീരിലെ ജനപ്രതിനിധികൾ ഉൾപ്പെടെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അംഗീകാരത്തോടെയാണ് അത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗമാക്കിയത്. അത് അവിടുത്തെ ജനങ്ങൾക്ക് കൃത്യമായ അവകാശങ്ങൾ ഉറപ്പു നൽകിയിരുന്നു. കൂടാതെ ഇന്ത്യൻ കാശ്മീരിലെ ജനങ്ങൾക്ക് രാജ്യത്തിന്റെ പരമോന്നത നിയമനിർമ്മാണ സഭയായ പാർലമെന്റിലും നീതിന്യായ വ്യവസ്ഥയിലും പൂർണ്ണമായ പങ്കാളിത്തവും അവകാശങ്ങളും ഉണ്ടായിരുന്നു. എന്നാൽ POKയിലെ സ്ഥിതി എന്താണ്?
അവിടുത്തെ ജനങ്ങൾ പാകിസ്ഥാന്റെ നാഷണൽ അസംബ്ലിയിൽ ഒരിടത്തും പ്രതിനിധീകരിക്കപ്പെടുന്നില്ല. അവർക്ക് പാകിസ്ഥാന്റെ മറ്റു ഭാഗങ്ങളിലെ പൗരന്മാർക്ക് ലഭിക്കുന്ന അടിസ്ഥാന ഭരണഘടനാ അവകാശങ്ങൾ പോലും ലഭിക്കുന്നില്ല. ചുരുക്കത്തിൽ ഇന്ത്യ കാശ്മീരിന് നൽകിയത് ആന്തരികമായ ജനാധിപത്യ ബലമായിരുന്നുവെങ്കിൽ പാകിസ്ഥാൻ POKക്ക് നൽകിയത് പുറമേ മാത്രം തിളങ്ങുന്ന അടിമത്തത്തിന്റെ വിലങ്ങുകളാണ്. ഈ കടുത്ത അവഗണനയും ചൂഷണവുമാണ് ഇപ്പോൾ വലിയൊരു ജനകീയ വിപ്ലവത്തിന് വഴിമാറിയിരിക്കുന്നത്. ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് 10,000-കണക്കിന് സാധാരണക്കാർ തെരുവിലിറങ്ങിയിരിക്കുന്നത്. ഗോതമ്പ് മാവിന്റെ കടുത്ത ക്ഷാമം, ഇന്ധനവില വർധനവ്, വൈദ്യുതി നിരക്കിലെ അമിതമായ വർധനവ് എന്നിവയിലാണ് പ്രക്ഷോഭം തുടങ്ങിയതെങ്കിലും ഇത് പെട്ടെന്ന് തന്നെ പാകിസ്ഥാന്റെ അധിനിവേശ ഭരണത്തിനെതിരെയുള്ള ശക്തമായ രാഷ്ട്രീയ പ്രക്ഷോഭമായി മാറി. ഇതിലെ ഏറ്റവും വലിയ വൈരുദ്ധ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ POKയിലെ നദികളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന വില കുറഞ്ഞതും സമൃദ്ധവുമായ ജലവൈദ്യുതി പാകിസ്ഥാനിലെ പഞ്ചാബ് ഉൾപ്പെടെയുള്ള മറ്റു പ്രവിശ്യകളിലേക്കാണ് കൊണ്ടുപോകുന്നത്. എന്നാൽ ഈ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന POKയിലെ ജനങ്ങൾ ദിവസം മുഴുവൻ കടുത്ത പവക്കട്ടുകളും അതുപോലെ താങ്ങാനാകാത്ത വലിയ വൈദ്യുതി ബില്ലുകളുമാണ് നേരിടുന്നത്. സ്വന്തം മണ്ണിലെ വിഭവങ്ങൾ ഇസ്ലാമാബാദ് കൊള്ളയടിക്കുകയാണ് എന്ന് അവർ ഉറക്കെ വിളിച്ചു പറയുന്നു. ഇതിനെതിരെ സമാധാനപരമായിട്ട് പ്രതിഷേധിച്ച ജനങ്ങൾക്ക് നേരെ പാകിസ്ഥാൻ അതിർത്തി രക്ഷാ സേനയും പോലീസും ക്രൂരമായ വെടിവയ്പാണ് നടത്തിയത്. ഈ 2026 ജൂണിലും ജനങ്ങൾ കടുത്ത ഷട്ടർ ഡൗൺ സ്ട്രൈക്കുകളുമായി തെരുവിലാണ്. മുസാഫറാബാദിലെ നിയമസഭയിൽ പാകിസ്ഥാൻ നടത്തുന്ന രാഷ്ട്രീയ കൃത്രിമങ്ങളുടെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അഭയാർത്ഥി സീറ്റുകൾ എന്നറിയപ്പെടുന്ന സംവരണ സീറ്റുകൾ. 1974 ജമ്മു കാശ്മീരിൽ നിന്നും പലായനം ചെയ്ത് നിലവിൽ പാകിസ്ഥാനിലെ പഞ്ചാബിലും സിന്ധിലും താമസമാക്കിയ കശ്മീരികളുടെ പിൻഗാമികൾക്കായിട്ടാണ് ഈ 12 സീറ്റുകൾ മാറ്റിവച്ചിരിക്കുന്നത്. ഈ പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നത് POKയിൽ ജീവിക്കുന്ന വോട്ടർമാരല്ല, മറിച്ച് പാകിസ്ഥാന്റെ ഉള്ളിലുള്ള പ്രവാസി സമൂഹങ്ങളാണ്. ഇസ്ലാമാബാദിൽ ഏത് രാഷ്ട്രീയ പാർട്ടിയാണോ അധികാരത്തിലുള്ളത് അവർക്ക് ഈ 12 അഭയാർത്ഥി സീറ്റുകൾ ഉപയോഗിച്ച് മുസാഫറാബാദിലെ നിയമസഭയിൽ ഭൂരിപക്ഷം അട്ടിമറിക്കാനും തങ്ങൾക്ക് താല്പര്യമുള്ളവരെ അവിടുത്തെ പ്രധാനമന്ത്രിയായി നിയമിക്കാനും സാധിക്കും. അതുകൊണ്ടാണ് ഇതിനെതിരെ JAAC ശക്തമായിട്ട് രംഗത്ത് വന്നത്. ഇതിനെല്ലാം പുറമെ POKയിൽ ജനാധിപത്യ പ്രക്രിയകളെ പൂർണ്ണമായിട്ട് തടയുന്ന മറ്റൊരു നിയമമുണ്ട്: നിർബന്ധിത വിശ്വസ്തത സത്യപ്രതിജ്ഞ. അവിടെ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെങ്കിലോ ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാകണമെങ്കിലോ അവർ ഒരു പ്രത്യേക സത്യപ്രതിജ്ഞ ചെയ്യണം. ജമ്മു കാശ്മീർ പാകിസ്ഥാനോട് കൂട്ടിച്ചേർക്കണം എന്ന ആശയത്തോട് പൂർണ്ണമായിട്ട് വിശ്വസ്തത പുലർത്തുന്നു എന്ന സത്യപ്രതിജ്ഞയാണിത്. ഈ നിയമം വഴി POKയുടെ സ്വാതന്ത്ര്യത്തിനോ അല്ലെങ്കിൽ പാക് വിരുദ്ധ നിലപാടുകൾക്കോ വേണ്ടി സംസാരിക്കുന്ന എല്ലാ പ്രാദേശിക രാഷ്ട്രീയ ഗ്രൂപ്പുകളെയും തുടക്കത്തിൽ തന്നെ രാഷ്ട്രീയത്തിൽ നിന്ന് വിലക്കാൻ പാകിസ്ഥാന് സാധിക്കുന്നു. യഥാർത്ഥ പ്രതിപക്ഷമില്ലാത്ത ഒരു കൃത്രിമ രാഷ്ട്രീയ അന്തരീക്ഷമാണ് ഇതിലൂടെ പാകിസ്ഥാൻ അവിടെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഇതൊക്കെ കൊണ്ട് തന്നെ സ്വന്തമായിട്ട് പതാകയും ഭരണാധികാരികളും ഉണ്ടെന്ന് ലോകത്തെ വിശ്വസിപ്പിക്കാൻ പാകിസ്ഥാൻ നടത്തുന്ന ശ്രമങ്ങൾ അവിടുത്തെ ജനങ്ങളുടെ വിശപ്പും ദാരിദ്ര്യവും കടുത്ത മനുഷ്യാവകാശ ലംഘനങ്ങളും കൊണ്ട് പൂർണ്ണമായി പരാജയപ്പെട്ടിരിക്കുകയാണ്. ചിഹ്നങ്ങൾ കൊണ്ട് മാത്രം ഒരു ജനതയ്ക്ക് സ്വാതന്ത്ര്യം അനുഭവിക്കാൻ കഴിയില്ല എന്ന വലിയ സത്യമാണ് പാകിസ്ഥാൻ അധിനിവേശ കാശ്മീരിലെ ഇന്നത്തെ തെരുവുകൾ കാണിച്ചു തരുന്നത്. അന്താരാഷ്ട്ര വേദികളിൽ കപടമായ കാശ്മീർ പ്രേമം പ്രസംഗിക്കുന്ന പാകിസ്ഥാന്റെ യഥാർത്ഥ മുഖം സ്വന്തം നിയന്ത്രണത്തിലുള്ള പ്രദേശത്തെ ജനങ്ങളോട് കാണിക്കുന്ന ക്രൂരതയിലൂടെ പുറത്തു വന്നിരിക്കുകയാണ്. ഇന്ത്യ ഇതിനകം തന്നെ ഈ വിഷയത്തിൽ പാകിസ്ഥാന്റെ മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരെ അന്താരാഷ്ട്ര സമൂഹം രംഗത്ത് വരണമെന്ന് ഒഫീഷ്യലായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. വിഭവങ്ങളുടെ കൊള്ളയടിക്കലും ജനാധിപത്യ അവകാശങ്ങളുടെ നിഷേധവും കൊണ്ട് പടുത്തുയർത്തിയ ഈ ഭരണകൂട നിഴൽ നാടകം എത്ര കാലം മുന്നോട്ട് പോകുമെന്നത് വലിയൊരു ചോദ്യചിഹ്നമാണ്. ജിയോപൊളിറ്റിക്സിൽ ഇന്ത്യയുടെ വിദേശ നയം എത്രത്തോളം ശക്തവും ആരുടെയും പ്രഷറിന് വഴങ്ങാത്തതുമാണ് എന്ന് അടിവരയിടുന്ന ഒരു വമ്പൻ ഡെവലപ്മെന്റ് ആണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ഫിൻലൻഡിൽ നടന്ന കൾട്ടറാൻഡ ടോക്സിൽ വെച്ച് പാശ്ചാത്യ രാജ്യങ്ങളുടെയും യൂറോപ്യൻ മാധ്യമങ്ങളുടെയും ഇരട്ടത്താപ്പിനെ നമ്മുടെ വിദേശകാര്യമന്ത്രി ഡോക്ടർ S ജയശങ്കർ ലൈവായിട്ട് പൊളിച്ചടുക്കിയിരിക്കുകയാണ്. ഇന്ത്യ റഷ്യയോട് അമിത സഹതാപം കാണിക്കുന്നു, യുക്രൈൻ യുദ്ധത്തിനിടയിലും റഷ്യയിൽ നിന്ന് വലിയ തോതിൽ എണ്ണ വാങ്ങുന്നു എന്ന യൂറോപ്യൻ ജേർണലിസ്റ്റിന്റെ ചോദ്യത്തിന് നെഞ്ചുവിരിച്ച് കൃത്യമായ വസ്തുതകൾ നിരത്തി ജയശങ്കർ നൽകിയ മറുപടി ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചയായിരിക്കുകയാണ്. കേവലം ഒരു എണ്ണ കച്ചവടത്തിനുമപ്പുറം ആഗോള സുരക്ഷയിലും വിദേശ നയങ്ങളിലും യൂറോപ്പും അമേരിക്കയും പുലർത്തുന്ന ധാർമ്മിക അവ്യക്തതകളെ അദ്ദേഹം വിരൽ ചൂണ്ടി തുറന്നു കാട്ടി. ജയശങ്കർ ഫിൻലൻഡിൽ വെച്ച് നടത്തിയ ആ ഒരു പ്രസ്താവന അതിന് പിന്നിലെ ആഗോള രാഷ്ട്രീയത്തിന്റെയും പൂർണ്ണ രൂപമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. പരിശോധിക്കാം. ഇന്ത്യയുടെ എനർജി സെക്യൂരിറ്റിയെയും നയതന്ത്ര നിലപാടുകളെയും പ്രതിരോധിക്കാൻ വിദേശകാര്യമന്ത്രി മുന്നോട്ട് വെച്ച ഏറ്റവും ശക്തമായ വാദം ആഗോള വിപണിയിലെ വിതരണ ശൃംഖലയിലുണ്ടായ മാറ്റങ്ങളായിരുന്നു.
റഷ്യ യുക്രൈൻ യുദ്ധം തുടങ്ങിയതോടെ യൂറോപ്യൻ രാജ്യങ്ങൾ റഷ്യയിൽ നിന്നുള്ള എണ്ണ വാങ്ങൽ പെട്ടെന്ന് നിർത്തലാക്കി. പകരം അവർ എങ്ങോട്ടേക്കാണ് പോയത്? ഇന്ത്യ കാലങ്ങളായിട്ട് ആശ്രയിച്ചിരുന്ന മിഡിൽ ഈസ്റ്റ് വിപണിയിലേക്ക്. യൂറോപ്യൻ രാജ്യങ്ങൾ വലിയ പണം കൊടുത്ത് മിഡിൽ ഈസ്റ്റിലെ എണ്ണ കൂട്ടത്തോടെ വാങ്ങി കൂട്ടിയപ്പോൾ ഇന്ത്യക്ക് മുന്നിൽ മറ്റു വഴികളില്ലാതെയായി. ഇവിടെയാണ് ജയശങ്കറിന്റെ ആ ഒരു മാസ് സ്റ്റേറ്റ്മെന്റ് വന്നത്. ഞാൻ എണ്ണ വാങ്ങുന്നത് അതിന്റെ വിലയും ലഭ്യതയും നോക്കിയാണ്. യൂറോപ്യന്മാർ മിഡിൽ ഈസ്റ്റിലെ എണ്ണ മുഴുവൻ വാങ്ങിയപ്പോൾ സാഹചര്യങ്ങളാണ് ഇന്ത്യയെ റഷ്യൻ എണ്ണയിലേക്ക് നയിച്ചത്. 140 കോടി ജനങ്ങളുള്ള ഇന്ത്യ സ്വന്തം ജനങ്ങളുടെ താല്പര്യങ്ങൾക്കും ഊർജ്ജ ആവശ്യങ്ങൾക്കും മുൻഗണന നൽകുന്നതിൽ ഒരു തെറ്റുമില്ല എന്ന ശക്തമായ സന്ദേശമാണ് ഇതിലൂടെ നൽകപ്പെട്ടത്. ഈ ചർച്ചയിൽ ഏറ്റവും ശ്രദ്ധേയമായത് യൂറോപ്യൻ രാജ്യങ്ങളുടെ സുരക്ഷാ നയങ്ങളിലെ കപടതയ്ക്കെതിരെ ജയശങ്കർ നടത്തിയ രൂക്ഷമായ വിമർശനമാണ്. അദ്ദേഹം പറഞ്ഞത് യൂറോപ്പിന്റെ നെഞ്ചിൽ തറയ്ക്കുന്ന വാക്കുകളായിരുന്നു. ഇന്ത്യൻ ആയുധങ്ങൾ ഉപയോഗിച്ച് ഒരു യൂറോപ്യൻ രാജ്യം പോലും ഇന്ന് വരെ ആക്രമിക്കപ്പെട്ടിട്ടില്ല. എന്നാൽ യൂറോപ്പ് വിൽക്കുന്ന ആയുധങ്ങൾ ഇന്ത്യക്കെതിരെയുള്ള ആക്രമണങ്ങൾക്കായിട്ട് വർഷങ്ങളായിട്ട് ഉപയോഗിക്കപ്പെടുന്നുണ്ട്. ഇന്ത്യയെ എപ്പോഴും ലക്ഷ്യമിടുന്ന പാകിസ്ഥാൻ പോലുള്ള അയൽ രാജ്യങ്ങൾക്ക് യൂറോപ്യൻ കമ്പനികൾ വൻതോതിൽ ആയുധങ്ങൾ വിറ്റഴിക്കുന്ന ചരിത്രപരമായ യാഥാർത്ഥ്യത്തെയാണ് അദ്ദേഹം ഇവിടെ തുറന്നു കാട്ടിയത്. ഏഷ്യയിലെ സുരക്ഷാ ഭീഷണികളെയും ഇന്ത്യ നേരിടുന്ന വെല്ലുവിളികളെയും പൂർണ്ണമായിട്ട് വിസ്മരിക്കുകയും യൂറോപ്പിന്റെ സുരക്ഷാ ആശങ്കകൾ മാത്രം ലോകത്തിന്റെ പൊതുപ്രശ്നമായിട്ട് കാണുകയും ചെയ്യുന്ന ഈ പ്രവണത ഇനി അനുവദിക്കാനാവില്ല എന്ന് ഇന്ത്യ വ്യക്തമാക്കി കഴിഞ്ഞു. ഇന്ത്യയുടെ ഊർജ്ജ ആവശ്യങ്ങളെ മാത്രം ധാർമ്മികതയുടെ അളവുകോൽ വെച്ച് അളക്കാൻ വരുന്നത് നീതിയല്ല എന്ന് ജയശങ്കർ കാട്ടായം പറഞ്ഞു. യൂറോപ്പിനെ മാത്രമല്ല, ഈ വിഷയത്തിൽ അമേരിക്കയുടെ ഇരട്ടത്താപ്പും ജയശങ്കർ ഫിൻലൻഡിൽ വെച്ച് ലോകത്തിന് മുന്നിൽ തുറന്നു പറഞ്ഞു. നമ്മൾ ആരും വിചാരിക്കാത്ത ഒരു നിർണായക വിവരമാണ് അദ്ദേഹം പങ്കുവച്ചത്. 2022 റഷ്യക്കെതിരെ ഉപരോധങ്ങൾ വന്നപ്പോൾ ആഗോള എണ്ണ വിപണിയിൽ വൻ വിലക്കയറ്റവും അസ്ഥിരതയും ഉണ്ടാകാൻ സാധ്യതയുണ്ടായിരുന്നു. ഈ ഘട്ടത്തിൽ അന്താരാഷ്ട്ര വിപണിയെ ശാന്തമാക്കാനും എണ്ണവില കുതിച്ചുയരുന്നത് തടയാനും റഷ്യൻ എണ്ണ വാങ്ങാൻ അമേരിക്ക തന്നെ ഇന്ത്യയോട് നേരിട്ട് ആവശ്യപ്പെട്ടിരുന്നു എന്നാണ് ജയശങ്കർ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ത്യ വലിയ തോതിൽ വിപണിയിൽ നിന്ന് പിൻവാങ്ങിയിരുന്നു എങ്കിൽ ഇത് ആഗോള സാമ്പത്തിക വ്യവസ്ഥയെ തന്നെ തകിടം മറിക്കുമായിരുന്നു. ലെറ്റ്സ് നോട്ട് പ്രിറ്റൻഡ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ജയശങ്കർ ഇതിനെ വിമർശിച്ചത്. അതായത് ഒരു വശത്ത് ഉപരോധങ്ങളെക്കുറിച്ചും ധാർമ്മികതയെക്കുറിച്ചും വലിയ വർത്തമാനം പറയുകയും മറുഭാഗത്ത് വിപണി നിയന്ത്രിക്കാനായിട്ട് ഇന്ത്യ റഷ്യൻ ഓയിൽ വാങ്ങണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്ന പാശ്ചാത്യ നയങ്ങളിലെ വൈരുദ്ധ്യം ഇന്ത്യ കൃത്യമായിട്ട് സ്പോട്ട് ചെയ്തു കഴിഞ്ഞു. ചുരുക്കത്തിൽ തങ്ങളുടെ ആവശ്യങ്ങൾക്ക് അനുസരിച്ച് നിയമങ്ങളിൽ ഇളവ് വരുത്തുകയും മറ്റു രാജ്യങ്ങൾ സ്വന്തം നിലനിൽപ്പിനായിട്ട് ശ്രമിക്കുമ്പോൾ അതിനെ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്ന പാശ്ചാത്യ രീതികളെ ഇന്ത്യ പൂർണ്ണമായും തള്ളിക്കളയുകയാണ്. പുതിയ ആഗോളക്രമത്തിൽ ഇന്ത്യ ഒരു നിഷ്ക്രിയ പങ്കാളിയല്ല എന്നും സ്വന്തം നിലപാടുകൾ ആരുടെയും മുഖത്ത് നോക്കി ഉറക്കെ പറയാൻ കെൽപ്പുള്ള ആത്മവിശ്വാസമുള്ള ശക്തിയാണ് എന്നും ജയശങ്കർ ഫിൻലൻഡിൽ വെച്ച് വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ലോകം മുഴുവൻ ഒരു വലിയ ഭീതിയിലായിരുന്നു. ഒരുപക്ഷെ മൂന്നാം ലോക മഹായുദ്ധം ഏത് നിമിഷവും പൊട്ടിപ്പുറപ്പെടാമെന്ന ഭീതി. മിഡിൽ ഈസ്റ്റിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സും ഇറാനും തമ്മിൽ നേരിട്ടുള്ള മാരകമായ വ്യോമാക്രമണങ്ങളിലേക്കും നേവൽ ബ്ലോക്കേഡിലേക്കും കടന്നതോടെ ആഗോള എണ്ണ വിപണി പൂർണ്ണമായി തകിടം മറിഞ്ഞു. ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന വാർത്തകൾ ഈ ഒരു യുദ്ധമുഖത്ത് തികച്ചും നാടകീയമായ ഒരു ട്വിസ്റ്റ് ഉണ്ടാക്കിയിരിക്കുകയാണ്. വ്യാഴാഴ്ച രാത്രി ഇറാനെതിരെ അതിശക്തമായ ബോംബിംഗ് നടത്തും, അവരുടെ ഓയിൽ പ്ലാന്റുകൾ തകർക്കുമെന്ന് പരസ്യമായി പ്രഖ്യാപിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മണിക്കൂറുകൾക്കകം തന്നെ ആ തീരുമാനത്തിൽ നിന്ന് പിന്മാറിയിരിക്കുകയാണ്. ഇത് മാത്രമല്ല, ഇരു രാജ്യങ്ങളും തമ്മിൽ വലിയൊരു സമാധാന ഉടമ്പടിക്ക് തയ്യാറെടുക്കുകയാണ് എന്നും നിഷ്പക്ഷതയുടെ പ്രതീകമായ സ്വിറ്റ്സർലൻഡിൽ വെച്ച് ഈ ചരിത്ര കരാർ ഒപ്പുവയ്ക്കാൻ പോകുന്നു എന്നുമുള്ള ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് ട്രംപ് നടത്തിയിരിക്കുന്നത്. യുദ്ധത്തിന്റെ വക്കിൽ നിന്ന് പെട്ടെന്നൊരു സമാധാന ചർച്ചയിലേക്ക് കാര്യങ്ങൾ മാറുമ്പോൾ ഈ അന്താരാഷ്ട്ര പ്രതിസന്ധിയുടെ അണിയറയിൽ നടന്ന രഹസ്യ നാടകങ്ങൾ എന്തൊക്കെയാണ് പരിശോധിക്കാം. വ്യാഴാഴ്ച രാവിലെ ഡൊണാൾഡ് ട്രംപ് തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിൽ പങ്കുവച്ച കുറിപ്പ് ലോകത്തെ ഞെട്ടിക്കുന്നതായിരുന്നു. ഇറാന്റെ എയർഫോഴ്സും റഡാർ സംവിധാനങ്ങളും തങ്ങൾ തകർത്തു കഴിഞ്ഞു എന്നും അവശേഷിക്കുന്ന ശക്തി കൂടി ഇല്ലാതാക്കാൻ അന്ന് രാത്രി US മിലിറ്ററി കനത്ത ആക്രമണം നടത്തുമെന്നുമായിരുന്നു ട്രംപിന്റെ വാർണിംഗ്. ഇറാന്റെ പ്രധാന എണ്ണ കയറ്റുമതി കേന്ദ്രമായ ഖാർഗ് ദ്വീപ് പിടിച്ചെടുക്കുമെന്നും അതുപോലെ വെനസ്വേലയിലേതുപോലെ ഇറാന്റെ എണ്ണ വിപണിയുടെ പൂർണ്ണ നിയന്ത്രണം വാഷിംഗ്ടൺ ഏറ്റെടുക്കുമെന്നും അദ്ദേഹം ഭീഷണിപ്പെടുത്തി. ഈ ഒരു പ്രഖ്യാപനം വന്നതോടെ ആഗോള എണ്ണ വില ഒറ്റയടിക്ക് $3 കുതിച്ചുയർന്നു. മറുപടിയായി തന്ത്രപ്രധാനമായ ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായി അടയ്ക്കുമെന്നതായിരുന്നു ഇറാനും പ്രഖ്യാപിച്ചത്. എന്നാൽ രാത്രിയായപ്പോഴേക്കും സീനാകെ മാറിമറിഞ്ഞു. മുൻപ് നിശ്ചയിച്ചിരുന്ന എല്ലാ വ്യോമാക്രമണങ്ങളും റദ്ദാക്കിയതായിട്ട് ട്രംപ് തന്നെ ഒഫീഷ്യലായിട്ട് അറിയിച്ചു. ഇറാന്റെ ഉന്നത നേതൃത്വവുമായി നടത്തിയ നിർണായകമായ ചർച്ചകൾ വിജയകരമായിരുന്നതിനെ തുടർന്നാണ് ആക്രമണത്തിൽ നിന്ന് പിന്മാറുന്നത് എന്ന് ട്രംപ് വ്യക്തമാക്കി. തങ്ങൾ മുന്നോട്ട് വെച്ച അവസാനഘട്ട നിബന്ധനകൾ ഇറാൻ അംഗീകരിച്ചതായും ഈ ആഴ്ച തന്നെ ചരിത്രപരമായ സമാധാന കരാർ ഒപ്പുവെച്ചേക്കാമെന്നുമാണ് വൈറ്റ് ഹൌസ് നൽകുന്ന സൂചന.
ഫോക്സ് ന്യൂസ് അന്താരാഷ്ട്ര ലേഖകൻ ട്രേ ഇൻസ്റ്റുമായുള്ള അഭിമുഖത്തിൽ ഈ സമാധാന കരാർ ഒപ്പുവെക്കാൻ താൻ ഏറ്റവും കൂടുതൽ താല്പര്യപ്പെടുന്നത് സ്വിറ്റ്സർലൻഡിൽ വെച്ചാണ് എന്ന് ട്രംപ് വെളിപ്പെടുത്തുകയുണ്ടായിട്ടുണ്ട്. ലോകമഹായുദ്ധങ്ങളുടെ കാലം മുതൽക്കേ ഒരു പക്ഷത്തും ചേരാതെ സമാധാന ചർച്ചകൾക്കും നിഷ്പക്ഷ നിലപാടുകൾക്കും, അതായത് ഒരു ന്യൂട്രാലിറ്റി കീപ്പ് ചെയ്യുന്ന പേരുകേട്ട മണ്ണാണ് സ്വിറ്റ്സർലൻഡ് എന്ന് പറയുന്നത്. അവിടെ വെച്ച് ഇങ്ങനെയൊരു കരാർ ഒപ്പുവെക്കുന്നത് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വലിയൊരു പ്രതീകാത്മക പ്രാധാന്യമുള്ള കാര്യമാണ്. അമേരിക്കയുടെ ഈ പെട്ടെന്നുള്ള യു ടേണിന് പിന്നിൽ മറ്റൊരു വലിയ സാമ്പത്തിക യാഥാർത്ഥ്യമുണ്ട്. ലോകത്തിലെ മൊത്തം അസംസ്കൃത എണ്ണയുടെ വലിയൊരു പങ്ക് കടന്നു പോകുന്ന പാതയാണ് ഹോർമുസ് കടലിടുക്ക്. കഴിഞ്ഞ ഏപ്രിൽ മാസം പ്രഖ്യാപിച്ച വെടിനിർത്തൽ ലംഘിച്ച് ഇരുപക്ഷവും ഇവിടെ ഡ്രോൺ മിസൈൽ ആക്രമണങ്ങൾ നടത്തിയിരുന്നു. ഈ കടലിടുക്ക് പൂർണ്ണമായി അടഞ്ഞുകിടന്നാൽ അത് അമേരിക്കയുടെയും അവരുടെ സഖ്യകക്ഷികളുടെയും സാമ്പത്തിക ഭദ്രതയെ ദോഷകരമായിട്ട് ബാധിക്കും. വെറുതെ ഭീഷണികൾ കൊണ്ട് മാത്രം ഇറാനെ പൂർണ്ണമായിട്ട് മുട്ടുകുത്തിക്കാൻ സാധിക്കില്ല എന്ന പെന്റഗണിന്റെ വിലയിരുത്തലാണ് ട്രംപിനെ പെട്ടെന്നുള്ള നയതന്ത്ര ചർച്ചകളിലേക്ക് നയിച്ചത്. എന്നാൽ ഈ സമാധാന കരാർ അത്ര സ്മൂത്തായിട്ട് ഒപ്പുവെക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ഇനിയുള്ള ചോദ്യം. ഇതിനിടയിൽ വലിയൊരു തർക്ക വിഷയമുണ്ട്. അത് ഇറാന്റെ സാമ്പത്തിക ആവശ്യങ്ങളാണ്. അന്താരാഷ്ട്ര ബാങ്കുകളിൽ അമേരിക്ക മരവിപ്പിച്ച് നിർത്തിയിരിക്കുന്ന തങ്ങളുടെ വലിയൊരു തുക തിരികെ വേണമെന്നാണ് ഇറാന്റെ പ്രധാന ആവശ്യം. ഏകദേശം 6 മുതൽ 12 ബില്യൺ ഡോളർ വരെയുള്ള തങ്ങളുടെ ഈ സാമ്പത്തിക ആസ്തികൾ ഉടൻ തന്നെ വിട്ടു നൽകണമെന്ന് ഇറാൻ ചർച്ചകളിൽ ശക്തമായി വാദിക്കുന്നുണ്ട്. എന്നാൽ ഇവിടെയാണ് അമേരിക്കയുടെ അടുത്ത ട്വിസ്റ്റ്. ഈ പണം ഇറാൻ ഭരണകൂടത്തിന് നേരിട്ട് കൈമാറാൻ അമേരിക്ക തയ്യാറല്ല. ഈ വൻതുക ഇറാൻ തങ്ങളുടെ സൈനിക ആവശ്യങ്ങൾക്കോ അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിലെ പ്രോക്സി വാറുകൾക്കോ ഉപയോഗിക്കുമെന്നാണ് അമേരിക്ക ഭയപ്പെടുന്നത്. ഈ കാരണം കൊണ്ട്, അതായത് റോയിട്ടേഴ്സ് റിപ്പോർട്ട് പ്രകാരം അമേരിക്ക ഒരു കർശന വ്യവസ്ഥ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഈ പണം ഇറാന് നേരിട്ട് നൽകില്ല, പകരം അവിടുത്തെ ജനങ്ങളുടെ ഹ്യൂമാനിറ്റേറിയൻ ആവശ്യങ്ങൾക്കും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കുമായി മാത്രമേ വിനിയോഗിക്കാൻ പാടുള്ളൂ. ഈ നിബന്ധനയിൽ ഇപ്പോഴും ഇരുപക്ഷവും തമ്മിൽ കടുത്ത അണിയറ ചർച്ചകൾ തുടരുകയാണ്. അതുകൊണ്ട് തന്നെ വലിയൊരു വിഭാഗം നിബന്ധനകളിൽ ധാരണയായിട്ടുണ്ടെങ്കിലും തങ്ങളുടെ പരമാധികാരത്തെ ബാധിക്കുന്ന ചില ചുവപ്പ് രേഖകളിൽ വിട്ടുവീഴ്ച ചെയ്യില്ല എന്നാണ് ഇറാന്റെ ഒഫീഷ്യൽ നിലപാട്. ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഈ ഇറാൻ സമാധാന കരാർ അദ്ദേഹത്തിന്റെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ രാഷ്ട്രീയ നയതന്ത്ര വിജയമായിരിക്കും. യുദ്ധം തുടങ്ങി വെക്കുന്നതിനേക്കാൾ അത് അവസാനിപ്പിക്കുന്നതിനാണ് താൻ മുൻഗണന നൽകുന്നതെന്ന് അമേരിക്കൻ ജനതയ്ക്ക് മുന്നിൽ കാണിക്കാൻ ട്രംപ് ഈ ഒരു അവസരം ഉപയോഗിക്കും. കടുത്ത ഭീഷണികൾക്ക് തൊട്ടു പിന്നാലെ സമാധാനത്തിന് വലിയ വാഗ്ദാനങ്ങൾ നൽകുന്ന ട്രംപിന്റെ ഈ തനത് ശൈലി ഇതിനു മുൻപ് നോർത്ത് കൊറിയയുമായുള്ള ചർച്ചകളിലും ലോകം കണ്ടതാണ്. ഇതിനെയാണ് മാക്സിമം പ്രഷർ ടാക്ടിക്കൽ മൂവ് എന്ന് നിരീക്ഷകർ വിളിക്കുന്നത്. ആദ്യം യുദ്ധഭീതി പരത്തുക, വിപണിയെ സമ്മർദ്ദത്തിലാക്കുക, ഒടുവിൽ വലിയൊരു രക്ഷകനെ പോലെ വന്ന് സമാധാന കരാർ പ്രഖ്യാപിക്കുക. ഏതായാലും ഈ സമാധാന ശ്രമം വിജയിക്കുകയാണെങ്കിൽ അത് മിഡിൽ ഈസ്റ്റിന്റെ ചരിത്രത്തിലെ പുതിയൊരു അധ്യായമായിരിക്കും. യുദ്ധത്തിന്റെ കറുത്ത മേഘങ്ങൾ മാറി വിപണികൾ ശാന്തമാകാനും ഇന്ധനവില സാധാരണ നിലയിലാകാനും ഇത് സഹായിക്കും. സ്വിറ്റ്സർലാൻഡിലെ മനോഹരമായ തീരത്ത് വെച്ച് ട്രംപും ഇറാന്റെ പ്രതിനിധികളും കൈകോർത്ത് നിൽക്കുന്ന ചിത്രം യാഥാർത്ഥ്യമായാൽ അത് 21ാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ നയതന്ത്ര ചലനങ്ങളിൽ ഒന്നായിട്ട് മാറും. എന്നിരുന്നാലും മിഡിൽ ഈസ്റ്റിലെ സങ്കീർണമായ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ ഏത് നിമിഷവും എന്തും സംഭവിക്കാം എന്നതിനാൽ ലോകരാജ്യങ്ങൾ കണ്ണു ചുമാതെയാണ് ഈ നീക്കങ്ങളെ നോക്കിക്കാണുന്നത്. യുദ്ധത്തിന്റെ ആയുധങ്ങൾ പൂർണ്ണമായും താഴെവെച്ച് ഇരു രാജ്യങ്ങളും സമാധാനത്തിന്റെ പാത സ്വീകരിക്കുമോ അതോ പുതിയ തർക്കങ്ങളിൽ ചർച്ചകൾ വഴിമുട്ടുമോ എന്ന് വരും ദിവസങ്ങളിൽ വ്യക്തമാകും. ആഗോള കടൽപാതകളെ മുഴുവൻ ഭീതിയിൽ ആഴ്ത്തിക്കൊണ്ട് മിഡിൽ ഈസ്റ്റിൽ നിന്ന് വളരെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് പുറത്തു വരുന്നത്. ഒമാൻ കടലിടുക്കിൽ വെച്ച് ഇന്ത്യൻ നാവികർ സഞ്ചരിച്ച ചരക്ക് കപ്പലുകൾക്ക് നേരെ അമേരിക്കൻ മിലിറ്ററി അതിശക്തമായ മിസൈൽ ആക്രമണം നടത്തിയിരിക്കുന്നു. കേവലം ഒരു മുന്നറിയിപ്പ് മാത്രമല്ല, ഈ ആഴ്ച മാത്രം 3 കപ്പലുകൾക്ക് നേരെയാണ് അമേരിക്കൻ യുദ്ധവിമാനങ്ങൾ ആഞ്ഞടിച്ചത്. ഇതിൽ MT സെറ്റബെല്ലോ എന്ന കപ്പലിന് നേരെ നടന്ന ആക്രമണത്തിൽ 3 ഇന്ത്യൻ നാവികർ ദാരുണമായി കൊല്ലപ്പെടുകയും ചെയ്തു. ഏറ്റവും ഒടുവിൽ 20 ഇന്ത്യൻ നാവികരുമായി പോയ MT ജൽവീർ എന്ന കപ്പലിന്റെ എഞ്ചിൻ റൂമിലേക്കും അമേരിക്ക 2 ഹെൽ ഫയർ മിസൈലുകൾ തൊടുത്തുവിട്ടതായിട്ട് US സെൻട്രൽ കമാൻഡ് സെൻകോം പരസ്യമായി സമ്മതിച്ചിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് സമാധാനപരമായിട്ട് പോയ ഈ ചരക്ക് കപ്പലുകളെ അമേരിക്ക ലക്ഷ്യം വെച്ചത്? എന്താണ് ഈ ആക്രമണത്തിന് പിന്നിലെ ഭൗമരാഷ്ട്രീയം? കപ്പലുകളെ നിമിഷനേരം കൊണ്ട് നിശ്ചലമാക്കാൻ US ഉപയോഗിച്ച ഹെൽ ഫയർ മിസൈലുകളുടെ പ്രത്യേകത എന്താണ്? പരിശോധിക്കാം. സംഭവം നടക്കുന്നത് ഒമാനിലെ ഷിനാസ് പോർട്ടിന് സമീപമാണ്. ഇറാനെതിരെ അമേരിക്ക പ്രഖ്യാപിച്ചിരിക്കുന്ന കടുത്ത സാമ്പത്തിക ഉപരോധത്തിന്റെ ഭാഗമായിട്ടാണ് ഈ കപ്പലുകളെ അമേരിക്കൻ നേവി ടാർഗറ്റ് ചെയ്തത്. ഇറാന്റെ എണ്ണ അനധികൃതമായി കടത്താൻ ശ്രമിച്ചു എന്നാണ് അമേരിക്കൻ സെൻട്രൽ കമാൻഡ് ആരോപിക്കുന്നത്. US സേനയുടെ നിർദ്ദേശങ്ങളും മുന്നറിയിപ്പുകളും കപ്പലിലെ ജീവനക്കാർ അനുസരിച്ചില്ല എന്നും അതിനാലാണ് കപ്പൽ നിർത്തിക്കാൻ മാരകമായ മിസൈലുകൾ എഞ്ചിൻ റൂമിലേക്ക് തന്നെ തൊടുത്തുവിട്ടതെന്നും പെന്റഗൺ വ്യക്തമാക്കുന്നു. ഈ ഒരൊറ്റ ആഴ്ചയിൽ മാത്രം 3 കപ്പലുകളാണ് അമേരിക്കൻ ആക്രമണത്തിന് ഇരയായത്. തിങ്കളാഴ്ച 24 ഇന്ത്യൻ നാവികരുണ്ടായിരുന്ന MT മാരിവെക്സ് ആക്രമിക്കപ്പെട്ടു. ഭാഗ്യത്തിന് എല്ലാവരും രക്ഷപ്പെട്ടു. ബുധനാഴ്ച MT സെറ്റബെല്ലോ എന്ന കപ്പലിന് നേരെ നടന്ന ആക്രമണത്തിൽ പട്നാല സുരേഷ്, ആദിത്യ ശർമ്മ, ശിവാനന്ദ് ചൗരസ്യ എന്നീ 3 ഇന്ത്യൻ നാവികർ കൊല്ലപ്പെട്ടു. വ്യാഴാഴ്ച രാത്രി 20 ഇന്ത്യൻ നാവികരുള്ള MT ജൽവീർ എന്ന കപ്പലിന്റെ എഞ്ചിൻ റൂമിലേക്ക് അമേരിക്കൻ വിമാനങ്ങൾ 2
ഹെൽ ഫയർ മിസൈലുകൾ പായിച്ചു. കപ്പലിന് തീ പിടിച്ചുവെങ്കിലും ഇതിലെ നാവികരെല്ലാവരും സുരക്ഷിതരാണ് എന്നാണ് ഒടുവിൽ കിട്ടുന്ന വിവരം. ഇവിടെ നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടത് ഈ ആക്രമണങ്ങൾക്കായിട്ട് അമേരിക്ക തിരഞ്ഞെടുത്ത ഈ ഒരു മാരകായുധത്തെക്കുറിച്ചാണ്. AGM-114 ഹെൽ ഫയർ മിസൈൽ. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ശത്രുക്കൾക്ക് നരകാഗ്നി തന്നെയാണ് ഈ ഒരു മിസൈൽ. യഥാർത്ഥത്തിൽ ഹെലികോപ്റ്റർ ലോഞ്ച്ഡ് ഫയർ ആൻഡ് ഫോർഗെറ്റ് എന്നതിന്റെ ചുരുക്കപ്പേരാണ് ഹെൽ ഫയർ എന്ന് പറയുന്നത്. ലക്ഷ്യം കൃത്യമായിട്ട് പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഗൈഡഡ് ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ഇത് കൃത്യമായിട്ട് അവിടെ തന്നെ ചെന്ന് പതിക്കും. തുടക്കത്തിൽ ടാങ്കുകൾ തകർക്കാൻ ഡിസൈൻ ചെയ്തതാണെങ്കിലും ഇപ്പോൾ ഡ്രോണുകളിൽ നിന്നും യുദ്ധവിമാനങ്ങളിൽ നിന്നും ബിൽഡിങ്ങുകളും യുദ്ധക്കപ്പലുകളും തകർക്കാൻ അമേരിക്ക വ്യാപകമായിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ട്. കപ്പലുകളെ മുക്കിക്കളയാതെ അവയുടെ എൻജിൻ റൂമുകൾ മാത്രം തകർത്ത് അവയെ പൂർണ്ണമായി നിശ്ചലമാക്കുക എന്ന സ്ട്രാറ്റജിയാണ് അമേരിക്ക ഇവിടെ പയറ്റിയത്. പക്ഷേ ഇന്ധനവും കത്തുന്ന മറ്റു വസ്തുക്കളും നിറഞ്ഞ എൻജിൻ റൂമിലേക്ക് ഇത്തരം ഒരു മിസൈൽ അടിക്കുമ്പോൾ കപ്പലിലുള്ള സാധാരണക്കാരായ നാവികരുടെ ജീവൻ എത്രമാത്രം അപകടത്തിലാകുന്നു എന്ന് അമേരിക്ക ചിന്തിച്ചില്ല എന്നാണ് വിമർശനം. ഇന്ത്യൻ നാവികരുടെ മരണം സ്ഥിരീകരിച്ചതോടെ ഇന്ത്യ തികച്ചും ശക്തമായ ഭാഷയിലാണ് പ്രതികരിച്ചിരിക്കുന്നത്. ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ഈ ആക്രമണങ്ങളെ കടുത്ത ആശങ്കയോടെയാണ് കാണുന്നത്. അന്താരാഷ്ട്ര ചരക്ക് നീക്കങ്ങൾക്ക് നേരെ ഇത്തരം ആക്രമണങ്ങൾ നടക്കുന്നത് അംഗീകരിക്കാൻ കഴിയില്ലെന്ന് ഇന്ത്യ വ്യക്തമാക്കി കഴിഞ്ഞു. ഇത് മാത്രമല്ല, ന്യൂഡൽഹിയിലെ US ഡെപ്യൂട്ടി ചീഫിനെ നേരിട്ട് വിളിപ്പിച്ച് ഇന്ത്യ ഔദ്യോഗികമായി കടുത്ത പ്രതിഷേധം രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ചർച്ചകളിലൂടെയും നയതന്ത്രത്തിലൂടെയും മാത്രമേ മിഡിൽ ഈസ്റ്റിലെ പ്രതിസന്ധി പരിഹരിക്കാനാകൂ എന്നും നിരപരാധികളായ നാവികരുടെ സുരക്ഷ ഉറപ്പാക്കണമെന്നും വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ ആവശ്യപ്പെട്ടു. കൊല്ലപ്പെട്ട നാവികരുടെ മൃതദേഹങ്ങൾ എത്രയും വേഗം നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണ്. ലോകത്തെമ്പാടുമുള്ള ചരക്ക് കപ്പലുകളിലെ ജീവനക്കാരിൽ വലിയൊരു പങ്ക്, ഏകദേശം 15% നമ്മുടെ ഇന്ത്യൻ നാവികരാണ്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള ഈ വൻ ശക്തിപ്പോരിൽ യാതൊരു തെറ്റും ചെയ്യാത്ത സാധാരണക്കാരായ ജീവനക്കാരുടെ ചോര ചിന്തേണ്ടി വരുന്നത് തികച്ചും ദൗർഭാഗ്യകരമാണ്. കപ്പലുകൾ നിയമം ലംഘിച്ചിട്ടുണ്ടെങ്കിൽ അവ പിടിച്ചെടുക്കാനും നാവികരെ സുരക്ഷിതമായി മാറ്റാനുമുള്ള നിയമപരമായ വഴികൾ നിലനിൽക്കെ തന്നെ നേരിട്ട് മിസൈൽ തൊടുത്തുവിട്ട അമേരിക്കൻ നടപടി വലിയ അന്താരാഷ്ട്ര ചോദ്യങ്ങൾ നേരിടുന്നുണ്ട്. അമേരിക്കയുടെ ഈ ഒരു മിലിറ്ററി ബ്ലോക്കേഡ് വരും ദിവസങ്ങളിൽ കൂടുതൽ ശക്തമാകാനാണ് സാധ്യത. ഇതിനിടയിൽ കുടുങ്ങിപ്പോകുന്ന ഇന്ത്യൻ നാവികരുടെ സുരക്ഷ ഉറപ്പാക്കാൻ നമ്മുടെ രാജ്യം എന്ത് ശക്തമായ നിലപാടായിരിക്കും ഇനി സ്വീകരിക്കുക എന്ന് നമുക്ക് കണ്ടറിയാം. യുദ്ധഭീഷണികളും വൻ ശക്തികളുടെ രാഷ്ട്രീയ കള്ളക്കളികളും കൊണ്ട് ആഗോളതലത്തിൽ വലിയ അസ്ഥിരതകൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും നയതന്ത്ര ചർച്ചകളിലൂടെയും സമാധാന കരാറുകളിലൂടെയും ലോകം ശാന്തതയിലേക്ക് തിരിച്ചുവരുമെന്ന വലിയ പ്രതീക്ഷ തന്നെയാണ് ഈ പുതിയ മാറ്റങ്ങൾ നൽകുന്നത്. പ്രത്യേകിച്ചും ഇത്തരം പ്രതിസന്ധികൾക്കിടയിലും സ്വന്തം രാജ്യത്തിന്റെ പരമാധികാരവും ജനങ്ങളുടെ ഊർജ്ജ പ്രതിരോധ സുരക്ഷയും വിട്ടുവീഴ്ചയില്ലാതെ സംരക്ഷിക്കാൻ ഇന്ത്യ കാണിക്കുന്ന ആർജവും നയതന്ത്ര മികവും ഏതൊരു ഇന്ത്യക്കാരനും വൻ അഭിമാനം നൽകുന്ന ഒന്നാണ്. ലോകത്ത് എവിടെയുമുള്ള നമ്മുടെ നാവികരുടെയും പൗരന്മാരുടെയും സുരക്ഷ ഉറപ്പാക്കാൻ ഭാരതത്തിന് സാധിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. സമാധാനപൂർണമായ ഒരു നാളേക്കായിട്ട് നമുക്ക് കാത്തിരിക്കാം. ഗുഡ് നൈറ്റ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.